ഇസ്രായേൽ എന്നും അഹങ്കാരത്തോടെ പറഞ്ഞിട്ടുള്ള അവരുടെ അയൺ ഡോം സിസ്റ്റം അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ചെയ്തിട്ടുള്ളത് വേറെ ആരുമില്ല, ഹെസ്ബുള്ളയാണ്. ആ ദൃശ്യം നമുക്ക് കാണാം. അതുപോലെ ഇസ്രായേലി പട്ടാളക്കാരൻ ഡ്രോണിനെ ഭയന്ന് ജീവനും കൊണ്ട് ഓടുന്ന ദൃശ്യങ്ങളും കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ആ വീഡിയോ കാണാം. അതുപോലെ ഇസ്രായേലികൾ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, ഈ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറുന്നത് എന്നുള്ള ഒന്ന് രണ്ട് പുതിയ വീഡിയോസ് പുറത്തേക്ക് വന്നിട്ട് നമുക്ക് അതും കൂടി കാണാം. ആദ്യം തന്നെ ഹെസ്ബുള്ള ഈ ഇസ്രായേലിന്റെ അഹങ്കാരമായിട്ടുള്ള അയൺ ഡോം സിസ്റ്റം അടിച്ചു തകർക്കുന്ന വീഡിയോ കാണാം. ഹെസ്ബുള്ള പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് 7-ാം തീയതിയാണ്. ഈ ഫൂട്ടേജ് വിട്ടിട്ടുള്ളത് ഇന്നലെയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഹെസ്ബുള്ള പറഞ്ഞിട്ടുള്ളത് അവരുടെ അയൺ ഡോമിന്റെ ബാറ്ററിയാണ് അടിച്ച് തകർത്തിട്ടുള്ളത് എന്നാണ്. അതുപോലെ ഇത് 7-ാം തീയതിയിലുള്ള ഫൂട്ടേജ് ആണ്. എന്നാൽ 8-ാം തീയതി വേറൊരു ഫൂട്ടേജും കൂടി ഹെസ്ബുള്ള പുറത്തു വിട്ടിട്ടുണ്ട്. അത് കാണാം. കണ്ടിട്ടുള്ള രണ്ടാമത്തെ ഫൂട്ടേജ് എന്ന് പറയുന്നത് അതേ സ്ഥലം തന്നെയാണ്. അതായത് 7-ാം തീയതി ഇവര് ഹിറ്റ് ചെയ്തിട്ടുള്ള അടിച്ചു തകർത്തിട്ടുള്ള അയൺ ഡോം സിസ്റ്റം, അതിന്റെ ബാറ്ററി ഒക്കെ മെയിൻ്റെനൻസിനും റീപ്ലേസിനും വന്നിട്ടുള്ള ആളുകളാണ് അതിന് ചുറ്റുമുള്ളത്. ഏകദേശം 7ഓളം ആളുകളുണ്ട്. അവർക്ക് നേരെയാണ് 8-ാം തീയതി, അതായത് ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആക്രമിച്ചിട്ടുള്ളത്. ആ ഒരു ദൃശ്യമാണ് നമ്മൾ രണ്ടാമതായിട്ട് കണ്ടിട്ടുള്ളത്. ഞാൻ ആലോചിക്കുന്നതല്ല, ഇവരുടെ അയൺ ഡോം സിസ്റ്റത്തിന്റെ ഏകദേശം ബാറ്ററി കോസ്റ്റ് എന്ന് പറയുന്നത് $50 മില്യൺ ആണ്. അതുപോലെ ഒരു ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസൈൽസിന് ഏകദേശം കോസ്റ്റ് വരുന്നത് $40,000 മുതൽ $50,000 വരെയാണ്. ഏകദേശം ഇതിന്റെ യൂണിറ്റ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് $50 മില്യൺ മുതൽ $100 മില്യൺ വരെയാണ് പെർ ബാറ്ററി. ഓക്കെ, ഈ ഒരു സാധനം അടിച്ചു തകർത്തിട്ടുള്ളത് ഹെസ്ബുള്ളയുടെ ഡ്രോണിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം $100 മുതൽ $200 ഉള്ളിലാണ്. അതായത് $100 മുതൽ $200 ഉള്ളിലുള്ള ഒരു കോസ്റ്റ് ഉള്ള ഒരു ഡ്രോൺ വെച്ചിട്ടാണ് ഇവരുടെ ഇത്രയും ഏകദേശം ഒരു $100 മില്യൺ വരുന്ന സാധനം അടിച്ച് തകർത്തിട്ടുള്ളത്. ആ അവസ്ഥ നോക്കണേ. അടുത്തതായി, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നാലും ശരി, ആരായിരുന്നാലും ശരി, ജീവനിൽ ഭയമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. പറഞ്ഞു വരുന്നത് ഹെസ്ബുള്ളയുടെ ഡ്രോണിനെ ഭയന്ന് ഇസ്രായേലി പട്ടാളക്കാരൻ ഓടുന്ന ദൃശ്യങ്ങൾ അത് കാണാം. ഹിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഇസ്രായേലിലെ ഷെലോമിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ കണ്ടാൽ തിരിയും ആ ഡ്രോൺ ഏതാണ്ട് അയാളെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് അയാൾ മരണപ്പെട്ടിട്ടുണ്ടാവാം. അതുപോലെ ഇസ്രായേലിൽ നിന്ന് വരുന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു സോൾജിയർ മരണപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നിയർ ലബനൻ ബോർഡറിന്റെ നിയർ ആയിട്ടാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു അലക്സാണ്ടർ 47 വയസ്സ്. ഇവർ പറഞ്ഞിട്ടുള്ളത് വെഹിക്കിൾ ഡ്രൈവർ ആണ് ആർമിയുടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞായറാഴ്ചയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യമാണ് ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുള്ളത്. ഇത് ആ പറഞ്ഞ ആളാണോ എന്നുള്ള വ്യക്തതയൊന്നുമില്ല. അതായത് ഇയാൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യമൊന്നും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ആകെ പറഞ്ഞിട്ടുള്ളത് ഒരു സോൾജിയർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. അതങ്ങനെയാണല്ലോ, ഇസ്രായേലികൾ കൂടുതൽ കാര്യങ്ങളൊന്നും പുറത്തുവിടില്ല. ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യമാണ്. ഇനി നമുക്ക് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ കുട്ടികളോട് പെരുമാറുന്ന രീതി ഒന്ന് കാണാം. അതായത് കുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ നിൽക്കലായിരുന്നു. എന്നാൽ അവിടെ കയറി ആ കുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ വിടാതെ ഇവരുടെ റിലീജിയസ്
സ്ലോഗൻസ് ഒക്കെ അവിടുന്ന് ഷൗട്ട് ചെയ്യുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതായത് ലൈക്ക് ഇവിടെ ഉണ്ടല്ലോ ജയ് ശ്രീറാം എന്ന് വിളിച്ചിട്ട് നടക്കുന്നത്, അതുപോലൊരു അവസ്ഥ. അതായത് കുട്ടികൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ ഇവന്മാർ അവിടെ വന്ന് ഇങ്ങനെ കാട്ടിക്കൂട്ടി കുട്ടികളെ കളിക്കാൻ അനുവദിക്കാതെയിരുന്നു. വേറെയും ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടതാണ് കുട്ടികളോട് ഇവർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന്. ഇനി ഒരു വീഡിയോ കൂടി കാണാം. ഈ കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ നമ്മൾ ചിന്തിക്കണം. കാരണം ഏതോ ആളുകൾ അവിടെ വന്ന് അവിടെ പിടിച്ചടക്കി ഇപ്പോൾ അവിടെ നിൽക്കുന്നു. എന്നാൽ ഈ കുട്ടികൾക്ക് സ്വന്തം നാട്ടിലൂടെ നടക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം, ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ, അതായത് നമ്മളുടെ നാടാണ്, നമ്മൾ നിൽക്കുന്നു, എന്നാൽ ഏതോ ഒരു രാജ്യക്കാർ വന്ന് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ നമ്മളുടെ സ്വാതന്ത്ര്യമൊക്കെ ഹനിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുക? അതുപോലുള്ള ഫീലിങ്സ് അല്ലേ അവർക്ക് ഉണ്ടാവുന്നുണ്ടാവുക?